തിരുവനന്തപുരം പാറശാലയിലും റാഗിംഗ് എന്ന പരാതി. CSI ലോ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതിൽ 4 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. നെടുമങ്ങാട് സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബെനോ, വിജിൻ, ശ്രീജിത്ത്, അഖിൽ എന്നിവർക്കെതിരെയാണ് കേസ്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, ഇന്നാണോ ഈ സംഭവം ഉണ്ടാകുന്നത്? സിഫുദ്ദീൻ, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മർദ്ദനമേറ്റ CSI ലോ കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുടെ താമസ സ്ഥലത്തേക്ക് സീനിയർ ആയിട്ടുള്ള 4 വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. പോലീസിന് ഈ വിഷയത്തിൽ പരാതി ലഭിക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളായി 4 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4ാം വർഷ നിയമ വിദ്യാർത്ഥികളായ ബെനോ അടക്കമുള്ള 4 പേരെയാണ് ഈ കേസിൽ പ്രതികളായി ചേർത്തിട്ടുള്ളത്. മുൻപും ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഇത്തരം സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് റാഗിംഗ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇത് ചൂണ്ടിക്കാട്ടി പരാതി നൽകുകയും ചെയ്തിരുന്നു. തനിക്കെതിരെ പരാതി നൽകിയതിനെ തുടർന്നാണ് ബെനോയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് എന്നാണ് പറയുന്നത്. നീ എനിക്കെതിരെ പരാതി നൽകുമല്ലേടാ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് മുറിയിലേക്ക് കടന്നു വന്ന ഈ സംഘം, 4 സംഘം ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് എന്നാണ് പറയുന്നത്. കയ്യിലുണ്ടായിരുന്ന ഇടിവള വെച്ചുകൊണ്ടും കൂടാതെ പലക വെച്ചുമൊക്കെ തലക്കെട്ടും മുഖത്തിനും അടക്കം മർദ്ദിക്കുകയുണ്ടായി. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഈ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്യുന്നത്. 4 പേരെ പ്രതി ചേർത്തുകൊണ്ടുള്ള FIR ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഭാരതീയ നിയമസംഹിതയിലെ വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ കേസിന്റെ FIR-ൽ വിശദമായി മർദ്ദനമേറ്റ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നിന്നെ കൊല്ലും, നീ ഈ കോളേജിൽ പഠിക്കേണ്ട എന്നതടക്കമുള്ള ഭീഷണി അടക്കം പ്രതികൾ ഉയർത്തിയതായി FIR-ൽ പറയുന്നുണ്ട്. FIR പ്രകാരമാണെങ്കിൽ പലക കൊണ്ടടിച്ച അടിയിൽ ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ പല്ലടക്കം തകർന്നു പോയി എന്ന് പറയുന്നുണ്ട്. ഗുരുതരമായി ഈ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപും ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം റാഗിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും പോലീസ് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ, മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടികൾക്ക് ശേഷമേ വിവരങ്ങൾ ശേഖരിച്ച് വ്യക്തമായ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയുന്നത്. പാറശാല പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്.